റോച്ചായ പിണറായി വിജയൻ രക്ഷാപ്രവർത്തനമെന്ന് വിശേഷിപ്പിച്ച KSU കുട്ടികൾക്കെതിരെയുള്ള പോലീസിന്റെ അതിക്രമം അതിപ്പോൾ അന്വേഷിക്കാൻ ഒരു പുതിയ SIT രൂപീകരിച്ചിട്ടുണ്ട്. ഷൗക്കത്ത് അലിയാണ് അതിന്റെ തലവനായിട്ട് വരുന്നത്. CPM ഭയപ്പെടേണ്ടതുണ്ടോ? CPM തീർച്ചയായും ഭയപ്പെടും. കാരണം CPM-ന്റെ കണ്ണിലെ കരടാണ് എന്നും ഈ ഷൗക്കത്ത് അലി എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ. 2012 നടന്ന TP ചന്ദ്രശേഖരൻ വധക്കേസിലെ മുഖ്യ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളായിരുന്നു ഷൗക്കത്ത് അലി. ഷൗക്കത്ത് അലിയെ കാരണം ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലാണ് അന്ന് ഈ TP വധക്കേസിലെ ഒന്നാം പ്രതിയായ കൊടിസുനി അടക്കമുള്ള ഗുണ്ടകളെ പാർട്ടി ഗ്രാമങ്ങളിൽ പിടിക്കുകയും അതേപോലെ തന്നെ CPM-ന്റെ കോഴിക്കോട് മുൻ സെക്രട്ടറി ആയിരുന്ന മോഹനെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത് അതിന് നേതൃത്വം കൊടുത്ത ഒരാളാണ്. നല്ല പേരുകേട്ട ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. വളരെ അഴിമതിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മോശം പ്രവണതകളോ ഒന്നും ഇതുവരെ സർവീസിൽ കേൾക്കാത്ത ഒരു ഉദ്യോഗസ്ഥനുമാണ് ഷൗക്കത്ത് അലി. പക്ഷേ CPM-ന്റെ ഈ പ്രതികാര നടപടികൾ ഉണ്ടാകുമെന്ന് കരുതി അദ്ദേഹം 2016 തന്നെ NIA-യിലേക്ക് സ്ഥലമാറ്റം വാങ്ങി പോവുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് അദ്ദേഹം കേരള കേഡറിലേക്ക് തിരിച്ചു വന്ന് 2018 IPS കിട്ടിയ ഉദ്യോഗസ്ഥനാണ് ഷൗക്കത്ത് അലി. അപ്പോൾ ഷൗക്കത്ത് അലിയെ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പ് അങ്ങനെ ഒരു അന്വേഷണം ഏൽപ്പിച്ചതിൻ്റെ പിന്നിൽ തന്നെ ഷൗക്കത്ത് അലിയുടെ നിഷ്പക്ഷതയാണ് ഒരു പ്രധാന കാരണം. അതേപോലെ തന്നെ ഷൗക്കത്ത് അലി ഈ കേസ് അന്വേഷിക്കാനുള്ള ഷൗക്കത്ത് അലിയുടെ കഴിവ് അതും പ്രത്യേകം തന്നെ സർക്കാർ പരിഗണിച്ചിട്ടുണ്ട്. കാരണം ആ TP വധക്കേസിലെ പ്രതികളെ കൃത്യസമയത്തിനുള്ളിൽ തന്നെ പിടിച്ചുകൊണ്ട് വരാൻ കഴിഞ്ഞത് ഷൗക്കത്ത് അലിയുടെ വലിയൊരു നേട്ടമായിരുന്നു. മഹാരാഷ്ട്രയിൽ പോയാണ് രജീഷ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ കൊലയാളി പിടിച്ചുകൊണ്ട് വന്നത്. അങ്ങനെ ഷൗക്കത്ത് അലി നല്ല ഗംഭീരമായ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനാണെന്ന് ഇതിനോടകം തന്നെ തെളിയിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തെ അല്ലെങ്കിൽ നിഷ്പക്ഷതയിൽ ഇതുവരെ ആരും ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയോ ആരോപണങ്ങൾ ഉന്നയിക്കുകയോ ചെയ്തിട്ടില്ല. കാരണം ആ യൂണിഫോമിനോട് 100% മര്യാദയും സത്യസന്ധതയും പുലർത്തുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്നാണ് പൊതുവെ പോലീസ് വൃത്തങ്ങളിൽ പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ സർക്കാർ ഈ പുതിയൊരു ദൗത്യം, അതായത് സർക്കാരിൻ്റെ ഒരു പ്രസ്റ്റീജ് ആയിരുന്നു ഈ KSU വിദ്യാർത്ഥികളെ നവകേരള യാത്രയുടെ ഭാഗമായി പിണറായി വിജയന്റെ ഗൺമാന്മാരായ അനിൽകുമാറും സന്ദീപും ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ച സംഭവം. അതിൽ മർദ്ദനമേറ്റ AD തോമസ് ഇന്ന് MLA ആണ് ആലപ്പുഴയിൽ നിന്നുള്ള. വലിയ ഭൂരിപക്ഷത്തിലാണ് AD തോമസ് ജയിച്ചു വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ VD സതീശൻ ഉൾപ്പെടെയുള്ളവർ അത് പറഞ്ഞിരുന്നു. ഞങ്ങളുടെ കുട്ടികളെ അകാരണമായി മർദ്ദിച്ചതിനെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിക്കും. തന്നെ അന്വേഷിക്കണമെന്ന് പലവട്ടം ആവശ്യപ്പെട്ടു. സർക്കാർ പോലീസ് അന്വേഷിച്ചില്ല. കോടതി ഉത്തരവിട്ടിട്ടും ഒരു കോടതി 2024 നവംബറിൽ ഈ കേസ് പുനരന്വേഷിക്കണമെന്ന് സർക്കാരിനോട് നിർദ്ദേശിച്ചിട്ട് ഇതുവരെ പോലും 10-20 മാസമായിട്ട് അതേക്കുറിച്ച് അന്വേഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ആ നിയമത്തിന്റെ പഴുത് ഉപയോഗിച്ചാണ് സർക്കാർ ഇപ്പോൾ പുനരന്വേഷിക്കാൻ തീരുമാനിക്കുകയും SIT ഇന്നിപ്പോൾ തീരുമാനിക്കുകയും ചെയ്ത്. അപ്പം തീർച്ചയായിട്ടും അന്ന് അതിനകത്ത് നമ്മൾ ഇതൊരു രാഷ്ട്രീയ പ്രതികാരമായിട്ടല്ല അതിനെ കാണുന്നത്. അല്ല, അന്വേഷണം നടക്കുന്നത് 2 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ആണെങ്കിലും അതിന്റെ എഫക്ട് ഉണ്ടാവുക CPM-ന് തന്നെയാണ്. അത് തന്നെ. അല്ല, അതിനകത്ത് ന്യായമായ കാര്യങ്ങൾ, അതായത് നീതി നടപ്പാക്കാൻ അന്നത്തെ സർക്കാരും ആഭ്യന്തര വകുപ്പും പോലീസും ശ്രമിച്ചില്ല എന്നുള്ള വലിയ ഗുരുതരമായ ആക്ഷേപമുണ്ട്. അത് ഒരു രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികാരം ചെയ്യാനുള്ളതല്ല. പക്ഷേ യഥാർത്ഥത്തിൽ നീതി നടപ്പാക്കാത്തതിന് ഏത് സർക്കാരും, ഇപ്പം നാളെ ഇനി കോൺഗ്രസ്സുകാർ CPM-ന്റെ പ്രവർത്തകരെ അടിച്ചിട്ട് ഇതേപോലൊരു ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ, അനാവശ്യമായ രീതിയിൽ മർദ്ദിക്കുകയാണെങ്കിൽ അതും അന്വേഷിക്കണം. അത് അന്വേഷിക്കാനുള്ള ബാധ്യത. കാരണം നിങ്ങൾ കോടതിയുടെ ഉത്തരവുണ്ടായിട്ടും അന്വേഷിച്ചില്ല. പോലീസുകാർ ഇത് അന്വേഷിക്കാൻ പറഞ്ഞപ്പോൾ പോലീസുകാർ ആദ്യം ഇതിനായിട്ട് തട്ടിക്കളിക്കുകയായിരുന്നു. തെളിവില്ല, മൊഴി കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു. തെളിവ് ഈ കുട്ടികൾ ആ പ്രദേശത്തുള്ള CCTV ഹാജരാക്കുകയും അതേപോലെ തന്നെ മാധ്യമപ്രവർത്തകരിൽ നിന്ന് ടെലിവിഷൻ ചാനലുകളിൽ നിന്ന് ആ വിഷ്വൽ കൊണ്ട് ഹാജരാക്കി അവരെ അകാരണമായി മർദ്ദിക്കുന്നതിന് തെളിവുകൾ ഹാജരാക്കി പോലീസിന് കൊടുത്തിട്ട് പോലീസ് അണങ്ങിയില്ല. ഇപ്പം പോലും ഈ കോടതി ഉത്തരവ് ഉണ്ടായിട്ട് പോലും കോടതി ഉത്തരവിനെ കുറിച്ച് പോലീസ് അന്വേഷണത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ പറയുന്നത് അതിൻ്റെ വിഷ്വലുകളുടെ ദൃശ്യങ്ങളുടെ ജെനുവിനിറ്റി പരിശോധനയ്ക്ക് വിട്ടിരിക്കുകയാണ്, ഫോറൻസിക് ലാബിൽ നിന്ന് റിപ്പോർട്ട് കിട്ടിയില്ല എന്ന് ഉള്ള സ്ഥിരം മറുപടികളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, കോടതി ഉത്തരവിനെ അനുസരിക്കാതിരിക്കുക എന്നുള്ള ഗുരുതരമായ തെറ്റാണ് പോലീസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു കാരണവശാലും ഈ കുട്ടികൾക്ക് നീതി കിട്ടരുതെന്ന് മുഖ്യമന്ത്രിയുടെ വകുപ്പിനും താല്പര്യമുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ
കൊച്ചുമക്കളാകാൻ പ്രായമുള്ള 2 ചെറുപ്പക്കാരെയാണ് പോലീസ് തല തല്ലി പൊട്ടിക്കുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനെ മുഖ്യമന്ത്രിയാണ് ന്യായീകരിച്ചത്. അതെല്ലാം രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ അത് 40 കാറിന്റെ അകമ്പടിയോടുകൂടി സഞ്ചരിച്ച മുഖ്യമന്ത്രി ഇപ്പൊ എങ്ങനെ സഞ്ചരിക്കുന്നു നമ്മൾ കണ്ടതാ ഇല്ലേ? ഒരു സാധാരണ ഇന്നോവ കാറിൽ ഒരു ഗൺമാൻ മാത്രമായിട്ട് പോകുന്നു, അല്ലെങ്കിൽ ഒരു അദ്ദേഹത്തിന് പൈലറ്റോ എസ്കോട്ടോ ചിലപ്പോൾ ഇപ്പൊ കൊടുക്കുമായിരിക്കും. അത് കൊടുക്കാൻ അർഹതയുള്ളതും, അത് തെറ്റൊന്നുമില്ല. പ്രതിപക്ഷ നേതാവിന്റെ പദവി എന്ന് പറഞ്ഞാൽ ക്യാബിനറ്റ് പദവിയാണ്. അത് കൊടുക്കുന്നുണ്ടെന്നും തെറ്റ് തന്നെയല്ല. നമ്മുടെ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന് ആ ബഹുമാനവും ആദരവും കൊടുക്കാനുള്ള ബാധ്യത ഈ സർക്കാരിനുണ്ട്. പക്ഷേ ഒരു രക്ഷാപ്രവർത്തനം എന്നൊക്കെ പറഞ്ഞ് പാവങ്ങളെ തല്ലിച്ചതയ്ക്കുക, അത് അന്ന് നവകേരള യാത്ര തുടങ്ങിയ ആ സ്ഥലങ്ങളിലെല്ലാം തന്നെ പയ്യന്നൂരിൽ വെച്ചാണ് ചെടിച്ചട്ടി വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തല തല്ലിപ്പൊട്ടി. ഡിവൈഎഫ്ഐക്കാരാണ് അടിച്ച്. അതിനെയാണ് മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനം എന്ന് പേരിട്ട് വിളിച്ച് ആ യാത്ര ഇങ്ങനെ തുടർന്ന് വന്ന എല്ലാ സ്ഥലങ്ങളിലും ഇതേപോലുണ്ട്. ഈ 2 പേരും ചേർന്ന് കരിക്കൊടി കാണിച്ചതിനാണ് അന്ന് അവരെ പോലീസ് പിടിച്ച് കസ്റ്റഡിയിൽ നിൽക്കുമ്പോഴാണ് പുറത്തുനിന്ന് ഇറങ്ങി വന്നവരെ ഈ 2 പേരും കൂടെ ചേർന്ന് മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോയതിനു ശേഷമാണ്. അപ്പൊ അത്തരം അഹങ്കാരങ്ങള് അനുവദിക്കാൻ പാടില്ല. കാരണം ഇവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. അതാണ് ചെയ്യേണ്ടത്. കാരണം ഇത് കുറ്റവാളികളെന്ന് തെളിഞ്ഞാൽ ഒരു നിമിഷം പോലും പിന്നെ അത് കേസ് അന്വേഷണം, മറ്റേ അപ്പീല് അങ്ങനെയുള്ളതിനൊന്നുമല്ല. ഈ അന്വേഷണം SIT ഇവരെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ അന്ന് തന്നെ രമേശ് ചെന്നിത്തല ചെയ്യേണ്ടത് അന്ന് തന്നെ ഇവരെ സർവീസിൽ നിന്ന് പുറത്താക്കാനുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടത്. അത് KSUക്കാരെ തല്ലി എന്നുള്ളതിന്റെ പേരിലല്ല. 2 മനുഷ്യ ജീവികളായ അവരെ അകാരണമായി ഒരു മനുഷ്യത്വവും ഇല്ലാതെ തല്ലിയതിനുള്ള ശിക്ഷ തന്നെ അവർക്ക് കൊടുക്കണം. പെൻഷൻ മേടിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ ഈ സർവീസിൽ നിന്ന് പറഞ്ഞു വിടുകയാണ് വേണ്ടത്. കാരണം അത്രയ്ക്ക് ഹീനമായ പ്രവൃത്തിയാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഷൗക്കത്ത് അലി ആയതുകൊണ്ട് മറ്റ് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാത്തൊരു ഉദ്യോഗസ്ഥനാണ്. നീതി നടപ്പാക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറുള്ള ഒരാളാണ്. അത് നമ്മൾ അദ്ദേഹത്തിന്റെ പൂർവ്വകാല ചരിത്രത്തിൽ അത് കൃത്യമായി കാണാം. ജീവൻ പണയം വെച്ചുകൊണ്ടാണ് മുടക്കുഴി മലയിൽ പോയി TP വധക്കേസിലെ പ്രതികളായ കൊടിസുനിയെ പോലുള്ള കൊടും കുറ്റവാളികളെ പിടിച്ചുകൊണ്ട് വന്ന് അദ്ദേഹം അന്ന് വേഷം മാറിപ്പോയി എന്നൊക്കെയുള്ള കഥകൾ കേരളം വളരെ ആവേശത്തോടെ കേട്ട കഥകളാണ്. അപ്പൊ അങ്ങനെ അതുപോലെ തന്നെ രജീഷിനെ മഹാരാഷ്ട്രയിലെ ഏതൊരു കുഗ്രാമത്തിൽ പോയാണ് പിടിച്ചുകൊണ്ട് വന്നത്. പിന്നെ K. മോഹനനെ പോലെ രാഷ്ട്രീയ നേതാവിനെ കാറ് തടഞ്ഞു നിർത്തി അറസ്റ്റ് ചെയ്യാനുള്ള ധൈര്യവും കാണിച്ച ഉദ്യോഗസ്ഥരാണ്. അതെല്ലാം നീതി നടപ്പാക്കലിന്റെ ഒരു ഭാഗമായിട്ടാണ്. അല്ലാതെ അയാള് ഇന്റൻഷനലി പോയി ഒരാളെ വേട്ടയാടലും അല്ല. കാരണം നിയമത്തിന്റെ വഴിക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന നമ്പർ 1 ഇംപീക്കബിൾ ട്രാക്ക് റെക്കോർഡുള്ള നല്ല ഉദ്യോഗസ്ഥരാണ് ഷൗക്കത്ത് അലി. അപ്പൊ ഷൗക്കത്ത് അലിയുടെ ഭാഗത്തു നിന്ന് ഈ കേസിനകത്ത് ഒരു കൃത്യമായ തീരുമാനം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. പിന്നെ സർക്കാർ ഈ കേസുകൾ മാത്രം കൊണ്ട് അന്വേഷണം നിർത്തരുത്. കാരണം ഈ കഴിഞ്ഞ കാലങ്ങളിൽ പിന്നെ ഈ കോൺഗ്രസ് പ്രവർത്തകരെയും അല്ലാത്തവരെയൊക്കെ അകാരണമായി പോലീസ് മർദ്ദിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ അന്വേഷിക്കേണ്ട തൃശ്ശൂര് സൂരജിനെ മർദ്ദിച്ചവരെ കുറിച്ചും അന്വേഷിക്കണം. കാരണം ഇത്തരം കേസുകളിൽ അന്വേഷിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കൃത്യമായ നടപടി. കാരണം എല്ലാ പോലീസുകാരും ഇതേപോലുള്ളവരൊന്നുമല്ല. അങ്ങനെ പോലീസുകാരെ അടച്ചാക്ഷേപിക്കേണ്ട കാര്യമില്ല. ഈ സേനയ്ക്കകത്ത് നല്ല മിടുക്കന്മാരായിട്ടുള്ള നീതി നടപ്പാക്കണമെന്ന് ആഗ്രഹമുള്ളത്. പക്ഷെ പോലീസിനെ പോലീസായിട്ട് പ്രവർത്തിക്കാൻ അനുവദിക്കണം. അത് ആഭ്യന്തര വകുപ്പിന്റെ ഒരു കൺട്രോൾ ഉണ്ടാവണം ആ കാര്യത്തിനകത്തൊക്കെ. പക്ഷെ അതേപോലെ തന്നെ ഈ അഴിഞ്ഞാടാൻ വിടുമ്പോഴാണ് ഇതെല്ലാം പ്രശ്നമാകുന്നത്. കാരണം ഒരു മുഖ്യമന്ത്രിക്ക് ഈ 40-ലധികം അല്ലെങ്കിൽ 20-ലധികം പിന്നെ എന്താണ് അകമ്പടി വാഹനങ്ങളുണ്ടെന്ന് പോലീസിന്റെ നിർദ്ദേശപ്രകാരമാണ്. VD സതീശൻ അത്തരം സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ കഴിയണമെന്നുള്ളതാണ്. കേരളത്തിൽ അങ്ങനെ ഒരു സമാധാനാന്തരീക്ഷം ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നു. നിങ്ങളുടെ ക്രമസമാധാനം നമ്പർ 1 ആണെന്ന്. നമ്പർ 1 ആണെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് എന്തിനാണ് 50 വണ്ടികളുടെ അകമ്പടി? ഇത് മനുഷ്യനെ മുഴുവൻ വഴി തടഞ്ഞു നിർത്തി അവരുടെ യാത്രാ സൗകര്യങ്ങൾ മുടക്കിയിട്ട് പോകുന്ന ഭരണാധികാരികൾ എന്തിനാണ്? നമുക്ക് ആവശ്യമില്ല. അപ്പൊ അതൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട. ഷൗക്കത്ത് അലി ഈ കേസ് അന്വേഷിക്കുമ്പോൾ ഷൗക്കത്ത് അലി നീതിയുടെ ഭാഗത്ത് തന്നെയാണ് നിൽക്കേണ്ടത്. ആ ചെറുപ്പക്കാർക്ക് കിട്ടിയ അടി, അതിനുള്ള ശിക്ഷ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് വാങ്ങിക്കൊടുക്കാനുണ്ട്. പിന്നെ തന്നെയല്ല, കോടതിയുടെ ഉത്തരവിനെ ലംഘിച്ചുകൊണ്ടുള്ള പ്രവണതയാണ് പോലീസിന്റെ ഭാഗത്തും ഉണ്ടായത്. അങ്ങനെ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ആ നടപടി പോലീസിന്റെ കോടതിയുടെ ഉത്തരവ് നടപ്പാക്കാൻ വിസമ്മതിച്ച ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി ഉണ്ടാവണം. അവരെയും ഈ കേസിന്റെ അന്വേഷണ പരിധിയിൽ കൊണ്ടുപോകണം. എന്തുകൊണ്ടാണ് ആലപ്പുഴ പ്രിൻസിപ്പൽ കോടതി ഇങ്ങനൊരു ഉത്തരവിട്ടിട്ട് അത് നടപ്പാക്കാത്തതിന്റെ സമാധാനം അവിടെ ഇപ്പോൾ പോലീസിന്റെ ചുമതലയുള്ള SP ചോദിക്കേണ്ടതാണ്.
അദ്ദേഹത്തിന്റെ പോലീസ് എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ നടപടിയെടുക്കാത്തത്, എന്തുകൊണ്ടാണ് പുനരന്വേഷണം നടത്താത്തത് എന്നുള്ളത് ആ കാര്യത്തിൽ അതൊക്കെ ഒരു വ്യക്തത ഉണ്ടാകണം. അവരെ കൊണ്ട് സമാധാനം പറയിപ്പിക്കണം. അതൊക്കെയാണ് ഒരു നല്ല ഭരണകൂടത്തിന്റെ, നല്ലൊരു ആഭ്യന്തരമന്ത്രിയുടെ കഴിവെന്ന് പറയുന്നത്. ഇപ്പോൾ രമേശ് ചെന്നിത്തല അക്കാര്യത്തിൽ ഒരു നടപടി ഉണ്ടാക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അതാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനൊക്കെ കൂടി തോമസിന് കിട്ടിയ 25,000 വോട്ടിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ജനങ്ങൾ ഒരു നീതി ആഗ്രഹിക്കുന്നു എന്നുള്ളതിനു കൂടിയുള്ള ഒരു തെളിവാണ്. അതുകൊണ്ടാണ് CPM-ന്റെ കോട്ടയിൽ, ആലപ്പുഴ ജില്ല എന്ന് പറയുന്നത് കണ്ണൂർ ജില്ല പോലെ CPM-ന്റെ കോട്ടയാണ്. അവിടുന്ന് ഈ 30 വയസ്സ് തികയാത്ത ഈ ചെറുപ്പക്കാരനെ ജനങ്ങൾ 25,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ജനങ്ങൾ ഒരു നീതി ആഗ്രഹിക്കുന്നുണ്ട്. അത് കിട്ടണമെന്ന് ഈ പുതിയ സർക്കാരിനോടുകൂടി ആവശ്യപ്പെടൽ കൂടിയാണ്. അത് നടപ്പാക്കി കൊടുക്കാനുള്ള ഒരു കർത്തവ്യമാണ് സർക്കാർ കാണിക്കേണ്ടത്.